നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതിനെന്താ, നമ്മളിപ്പോ ഭായി ബഹനല്ലേ. ബാലേട്ടന്റെ ഒരു ഭാഗ്യം കണ്ടോ, ജില്ലാ കളക്ടറാ കള്ളൊഴിച്ചു കൊടുക്കുന്നത്. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞ മനസ്സറിവില്ലാത്ത കാര്യത്തിനാ ശാലിനി പ്രതിയായത്. പക്ഷേ കമ്പനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. കോടികൾ ഇവിടെ ഇങ്ങനെ ഇറക്കിയിട്ടേക്കുമല്ലേ, വെറുതെ കളയാൻ പറ്റുമോ? ഇപ്പൊ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഭായും ബഹനും ആയില്ലേ. ഇപ്പോഴുണ്ടായ മാനനഷ്ടത്തിനും കൂടെ ചേർത്തൊരു തുക ശാലിനിക്ക് കമ്പനി കമ്മീഷനായി തരും. സുസ്മിതയ്ക്ക് 10 കോടി കൊടുത്തിട്ടും കാര്യം നടന്നില്ല. ശാലിനിക്ക് ഞാൻ 20ഓ 25ഓ വാങ്ങിത്തരാം. അത്രയൊക്കെ കിട്ടുമോ ബാലേന്ദ്ര? പിന്നെ ഒരു കളക്ടറിന്റെ ഒപ്പിന്റെ വില എന്താണെന്നാ വിചാരിച്ചിരിക്കുന്നത്? ഒരൊറ്റ ഇടപാടിൽ ലൈഫ് സെറ്റിലായില്ലെന്ന്. ഇത്രയും കാലം വെറുതെ മണ്ടിയാവുമായിരുന്നില്ല ശാലിനി. ഇങ്ങനെ എത്ര ഉദ്യോഗസ്ഥന്മാരാ തോട്ടങ്ങളും റിയൽ എസ്റ്റേറ്റുകളും വാങ്ങി കൂട്ടിയേക്കെന്ന് അറിയാമോ? എണ്ണി ഞാൻ പറഞ്ഞുതരാം. വേണ്ട ബാലേന്ദ്ര, അത് നമുക്ക് വേറൊരു എപ്പിസോഡിലേക്ക് മാറ്റിവെക്കാം. വേറൊരു എപ്പിസോഡിലേക്കോ? അല്ല, ഈ ചുവരുകൾക്ക് പോലും കണ്ണും കാതുമുള്ള കാലമല്ലേ. എല്ലാം കൂടി അങ്ങ് വെട്ടി തുറന്ന് പറയണ്ടെന്ന് പറയായിരുന്നു. ഒരു കണക്കിന് അത് ശരിയാ. ഇപ്പോഴാ ശാലിനി നീ ശരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയത്. ഇത് ഞങ്ങളുടെ ബാലപാഠങ്ങളിൽ ഒന്നാ. ഈ സന്തോഷത്തിൽ ഞാൻ ചെറുത് ഒരെണ്ണം കൂടി വീശുന്നതിൽ വിരോധമില്ലല്ലോ. അല്ല, ശാലിനി കഴിക്കില്ലെന്നറിയാം, അതുകൊണ്ടാ ഞാൻ ഡ്രിങ്ക് ഓഫർ ചെയ്യാത്തത്. ഇതുവരെ ഇല്ല ബാലേന്ദ്ര, ഇനി വേണമെങ്കിൽ തുടങ്ങാം. നിങ്ങളുടെയൊക്കെ കൂടെ കൂടിയ സ്ഥിതിക്ക്. ആണോ? എങ്കിൽ ഞാൻ നല്ല രാശി കേട്ടോ. ദേ, എവന്റെയൊക്കെ ഗുരു ഞാനാ. ദേ, എവനിപ്പോ ഫുൾ ടൈം വെള്ളത്തിലാ ജീവിക്കുന്നേ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ ഒഴിച്ചു തരാം ബാലേന്ദ്ര. ശാലിനിയോ? അതിനെന്താ, നമ്മളിപ്പോ ഭായി ബഹനല്ലേ. ബാലേട്ടന്റെ ഒരു ഭാഗ്യം കണ്ടോ, ജില്ലാ കളക്ടറാ കള്ളൊഴിച്ചു കൊടുക്കുന്നത്. എന്താ അല്ലേ? ഒഴിച്ചോ ശാലിനി. ശാലിനി എന്തത്? അയ്യോ ശാലിനി, ശാലിനി വേണ്ട. ഇരിക്കടോടെ. എന്തത് ശാലിനി? അടുത്തു പോവരുത്. ചേട്ടാ, ഇവക്ക് ഭ്രാന്താ. നിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് ഭ്രാന്താണെന്ന്. അതേടാ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. ആ ഭ്രാന്തിൽ ഇവിടെ ഒരു തീ പന്തമായി കത്തിത്തീരാൻ പോവാ നീ. അയ്യോ ശാലിനി, വേണ ശാലിനി. ശരീരം മുഴുവൻ ആൽക്കഹോളാ, അകത്തും പുറത്തും. ഒരു നുള്ളു തീപ്പൊരി വീണാ മതി നീ ഇവിടെ നിന്ന് പച്ചയ്ക്ക് കത്താൻ. അങ്ങ് കൊളുത്ത് വിട്ടേക്കേട്ടടാ മേപ്പോട്ട്. ശാലിനി, ഒന്നും ചെയ്ത് ശാലിനി. ഒരു രാഷ്ട്രീയ ദല്ലാളിന് വേണ്ടി പാസ്പോർട്ടും വിസയും അടിച്ച് വെയിറ്റ് ചെയ്യ കാലൻ. ശാലിനി, എന്നൊന്നും ചെയ്യല ശാലിനി. ശാലിനി മാഡം, രക്ഷിക്കണേ. മാഡം, എന്തേ കാണിക്കുന്നേ? അനു വിടാൻ. എനിക്കിവനെ കൊല്ലണം. കുറെ പച്ച നോട്ടുകൾക്ക് വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങളെ കടിച്ചു കീറി ചോര കുടിക്കാൻ മടിക്കാത്ത
ഈ ചെന്നായി ഇനി ജീവിക്കണ്ട. അയ്യോ അയ്യോ വേണ്ട ചാലിനി. മാഡം, വിട്. ബുദ്ധിമോശമായി കാണിക്കുന്നെ. അനു, വിട്. ചാലിനി വേണ്ട. മാഡം, അയ്യോ, അയ്യോ. മാഡം, അനു, വിട്. മാഡം, വിട്. വിട്. ഏയ്. ഓടി വാ, ഓടി വാ. വാ, എല്ലാവരും വാ പെട്ടെന്ന് വാ. കളക്ടർ മാഡം അല്ലേ? ബാലേന്ദ്ര സർ, ഇവിടെ എന്താ സംഭവം? ആ അങ്ങനെ ചോദിക്ക് ഇവിടെ എന്താ സംഭവം ഒന്ന്. ദേ എവള് കൊലവെറി വിളിച്ച് ഇറങ്ങിയേക്കുവാ എന്നെ കൂടെ കൊല്ലായി. ചൈന കോളനിയുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തത് കൊണ്ട് എവളുടെ ചോരക്കൊതി മാറിയിട്ടില്ല. നേരെ ആ സംഭവം പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു. അതിന് പ്രതികാരമായിട്ട് ഇപ്പൊ എന്നെ കൂടി കൊല്ലണമെന്ന ഇവക്ക്. ഏതൊക്കെയോ കമ്പനിയുടെ കൊട്ടേഷൻ വാങ്ങിച്ച് കമ്മീഷൻ പറ്റിയിട്ട് കളക്ടർ കസേര കയ്യിൽ നിന്ന് തെറിച്ചതിന്റെ പകയും വൈരാഗ്യവും എന്റെ നെഞ്ചത്തോട്ട് കയറിയതുകൊണ്ട് അതങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ. കൊല്ലടി, കൊല്ല്. പെട്രോൾ ഒഴിച്ച് കത്തിച്ചോ, കഴിവേറ്റോ, എങ്ങനെയാന്ന് വെച്ചാ കൊല്ല്. അങ്ങനെയെങ്കിലും നിന്റെ ഈ കൊല വെറിയൊന്ന് അടങ്ങട്ടെ. ഈ ചാനൽ ക്യാമറാമാൻമാരുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ല്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അഭിമാനമാടിയ ആ മരണം. നീതിക്ക് വേണ്ടി പടവെട്ടിയുള്ള മരണം ജനങ്ങളുടെ മുന്നിൽ തന്നെ ആവണം. എന്നിട്ട് ജനം വിധി എഴുതട്ടെ ആരാ ശരിയെന്ന്. എന്താടി ചാനലുകാരെ കണ്ടപ്പോ നിന്റെ ഇളക്കം അങ്ങ് തീർന്നോ? സോറി മാഡം, മാഡം എൻ്റെ കൂടെ വരണം. ബാലേന്ദ്ര സാറേ ഒരു പൊതുപ്രവർത്തകനാ. സാറിന്റെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കുന്നതും കൊല്ലാൻ ശ്രമിക്കുന്നതുമൊക്കെ കുറ്റകരമാണ് മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.